ഹായ്, കളർ ചേഞ്ച് ആവുന്ന ഫോണുകൾ നമ്മൾ ഇതിനു മുമ്പ് ധാരാളം കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ഫോൺ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് കളർ ചേഞ്ച് ആവും എന്നുള്ളത് മാത്രമല്ല, എല്ലാ മേഖലയിലും അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കളർ ചേഞ്ച് ആവുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചുകൊണ്ടാവാം നമുക്ക് തുടങ്ങുന്നത്. നോർമലി ഇതിൻ്റെ കളർ ഇതായി കാണുന്നതാണ്. വാം ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. അവർ കൊടുത്തിരിക്കുന്ന പേരാണ്. സംഗതി ഏകദേശം ഇങ്ങനെയല്ലേ. വെയിലത്ത് ഇത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് മാറ്റുമ്പോൾ നമുക്ക് കണ്ടോ ഒരു ഓറഞ്ച് ഗോൾഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഈ രീതിയിൽ കളറുകൾ മാറി മാറി വരുന്ന ഒരു ഫോണാണ് വിവോയുടെ ഈ Y100. പിന്നെ ഈ കളർ ചേഞ്ചിങ് മാത്രമല്ല, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്ന AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൊസസ്സറും പെർഫോമൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ Android 13 കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറ കൊടുത്തിട്ടുണ്ട്. സെൽഫി പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല ക്വാളിറ്റി. ഇതുപോലുള്ള നല്ല ക്വാളിറ്റി സെൽഫികൾ എടുക്കാൻ കഴിയുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. വിവോ ഫോണുകൾ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് കംഫർട്ടബിൾ ആയ നല്ലൊരു വിവോ ഫോണിനെ ഇന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഈ ഫോണിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോൺ ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുത്തു. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഫോണിന്റെ ലുക്കൊക്കെ. ഇതിനകത്ത് ബാക്കി ഒരു നല്ല കേസ് ഇരിക്കുന്നുണ്ട്. കേസ് അപ്ലൈ ചെയ്തിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. ചാർജർ 44 വാട്ടിന്റെ വരുന്നു. ടൈപ്പ് സി കേബിളും സിം ടൂളും ഒക്കെ അതിനകത്ത് വേറെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്ത്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. ഫോണിന്റെ കളർ ചേഞ്ചിങ് ഫീച്ചറിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. സോ അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല. പകരം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ. റിംഗ് ഡിസൈൻ എന്നാണ് ഇവർ ഇതിന്റെ ഡിസൈൻ വിളിക്കുന്നത്. ഈ ക്യാമറ മോഡ്യൂളിന്റെ ഡിസൈൻ AG ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു നോച്ച് ഡിസൈനോട് കൂടി ഡിസ്പ്ലേ ആണ്. പക്ഷേ AMOLED ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. അതിന്റെ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു വിഷയമില്ല, വളരെ സ്മൂത്ത് ആയ പെർഫോമൻസ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ടോപ്പ് സൈഡിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട്, 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും മുകളിൽ കാണാം. താഴെ 3.5mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. മെയിൻ മൈക്രോഫോണും ടൈപ്പ് സി പോർട്ടും സ്പീക്കർ ഗില്ലും. സോ ഈ രീതിയിലാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ ഫോണാണ്. അങ്ങനെ പറയാൻ കാരണം 181 ഗ്രാം വെയിറ്റേ ഉള്ളൂ. 7.73mm തിക്നെസ്സേ വരുന്നുള്ളൂ. സ്ക്രീൻ സൈസ് 6.38 ഇഞ്ചാണ് വരുന്നത്, 6.4. അപ്പോൾ ഒരു കംഫർട്ടബിൾ ആയ സൈസാണ്, വല്ലാണ്ട് വലിയൊരു ഫോണൊന്നുമല്ല. സോ ഒതുങ്ങിയ നല്ല ഡിസൈനിലുള്ള ഒരു കംഫർട്ടബിൾ ആയ നല്ല ഫോൺ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാം Y100. ഇതിന്റെ ക്യാമറ അവർ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പറയും. പൊതുവെ വിവോയുടെ ഫോണുകൾ സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ഇമേജുകൾ. സിമ്പിളായിട്ട് എവിടെ നിന്ന് എടുത്താലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഇമേജുകൾ കിട്ടും. പോർട്രേറ്റ് ഇമേജുകളും അത്യാവശ്യം നന്നായിട്ടുണ്ട്. സെൽഫി വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല സെൽഫി വീഡിയോസും കിട്ടുന്നുണ്ട്. സോ സെൽഫിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെയാണ്. 64 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള മെയിൻ ക്യാമറയാണ്. അതിൽ 4K വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഹൈബ്രിഡ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. സോ നിങ്ങൾക്ക് ബെറ്റർ ആയ ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടുമെന്ന് സാരം. ഈ കാണുന്ന തരത്തിലാണ്. അത് നടന്നുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് കിട്ടുക. വ്ളോഗ്, മൂവി പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പലതരത്തിലുള്ള വ്ളോഗ് സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഡുവൽ വ്യൂ വീഡിയോ, നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറകൾ കൊണ്ട് ഒരേ സമയം ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇമേജുകൾ നിങ്ങൾ ഈ കാണുന്ന തരത്തിലാണ്. നിങ്ങൾക്കിത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലെന്നേ പറയുന്നുള്ളൂ. ഞാൻ അപ്പടി നല്ലതെന്നൊന്നും പറയുന്നില്ല. നൈറ്റ് മോഡൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രീം നൈറ്റ് മോഡ് വരെ ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടും. സോ വേണ്ടവർ നൈറ്റ് മോഡൊക്കെ ഇട്ടുകൊണ്ട് നല്ല രീതിക്ക് ഫോട്ടോസ് എടുക്കാം. സോ ക്യാമറ വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. പെർഫോമൻസും ഒട്ടും തന്നെ മോശമല്ല. 5G ഉള്ള ഫോണാണ്. 6 5G ബാൻഡുകൾ ഉൾപ്പെടുന്ന 5G ഫോണാണ്. ഡയമസിറ്റി 900 എന്ന് പറയുന്നത് മോശമല്ലാത്തൊരു പ്രൊസസ്സർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 695 ബെറ്റർ ആയ ഒരു പ്രൊസസ്സറാണിത്. സോ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതിൽ തർക്കമില്ല. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സ്റ്റൻഡഡ് റാം ഒക്കെ വരുന്നുണ്ട്. 8GB എക്സ്റ്റൻഡഡ് റാം ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പെർഫോമൻസിൽ യാതൊരു ലാഗും ഇല്ല. FunTouchOS 13 ആണ് വരുന്നത്. Android 13 ഇത് വരുന്നത്. സോ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വെർഷൻ ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതൊരു നല്ല കാര്യമാണ്. സോ ടോട്ടലി അത്യാവശ്യം ഗെയിം അടക്കം കളിക്കാൻ പറ്റുന്ന, ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ കാണുന്ന തരത്തിലാണ് ഇതിന്റെ പെർഫോമൻസ്. എങ്ങനെയുണ്ട് സംഗതി? ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.3 ഇഞ്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. സൺലൈറ്റ് വിസിബിലിറ്റിക്കും വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം നന്നായിട്ട് വിസിബിൾ ആണ് കാര്യങ്ങളൊക്കെ. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. 1300 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും പ്രശ്നമില്ലാത്തത്. സോ ഡിസ്പ്ലേയുടെ ഭാഗം നന്നായിട്ടുണ്ട്. ബാറ്ററി 4500 mAh ആണ്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയാം. ഒരു 10-20-25 മിനിറ്റ് കൊണ്ടൊക്കെ 30% ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് 100% ചാർജ് ചെയ്യാം. സോ ബാറ്ററി ലൈഫിലോ അതേപോലെ ചാർജിങ് സ്പീഡിലോ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല.
പറയാനില്ല. സോ ഫൈനലി ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ വലിയ കുഴപ്പമില്ലാത്തൊരു വിവോ ഫോൺ, അതായത് ഒരു ഓഫ്ലൈൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫോണാണ്. സോ അതുകൊണ്ട് വില നോക്കുക, എനിക്ക് ഇതിൻ്റെ വില കൃത്യമായിട്ട് അറിയില്ല, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. ആ വില കൂടി കൺസിഡർ ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്കിത് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങളാണ് കമൻറ്റായിട്ട് ഷെയർ ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു നല്ല ഫോൺ തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ളത്. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.